ടോപ്പിന്റെ ഇതിനകത്ത് പറയണോ? ചില കാര്യങ്ങളിൽ വണ്ടി കമ്പനി എന്നെ കോംപ്രമൈസ് ചെയ്തു ക്ലെയിം ചെയ്യുന്നത് ഇത്രയും ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് ഇത് ഞാനൊരു നെഗറ്റീവായിട്ട് പറയുക. Hi guys, welcome to the first episode of Autobeton. ഇന്ന് നമ്മുടെ ഉള്ളത് സിട്രോൺ C3 എയർക്രോസ് ആണ്. ഫ്രഞ്ചിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഒരു 7 സീറ്റർ വണ്ടിയാണ് സിട്രോൺ C3 എയർക്രോസ്. നമ്മുടെ വണ്ടി ഓൾറെഡി ഒരു 34,000 കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അധികം നിരത്തുകൾ കാണാൻ പറ്റാത്ത ഒരു മോഡലാണ് ഈ ഒരു സിട്രോൺ C3 എയർക്രോസ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിതിൻ്റെ ഓണറായിട്ടുള്ള നിതിൻ ലോറൻസ് ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ഈ സിട്രോൺ C3 എയർക്രോസ് മാക്സ് വേരിയൻ്റ് ആണ്. മാക്സ് വേരിയൻ്റ് ഓക്കെ, 2024 വേർഷനല്ലേ ഇത് വരുന്നത്? 24 വേർഷൻ. ഓക്കെ, ഇപ്പോൾ എടുത്തിട്ട് ഒരു വർഷവും ജൂലൈയിൽ എടുത്ത വണ്ടിയാണ്. അപ്പം ഒരു വർഷവും ഒരു 4 മാസം ആവാനായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എത്ര കിലോമീറ്റർ ഇപ്പം നിലവിൽ എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്? 34,000 കിലോമീറ്റർ ആവാൻ പോണു. 33 സംതിങ് ഇപ്പോൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നിരത്തുകളിൽ അധികം കാണാത്തൊരു ഒരു മോഡലാണ് ഈ ഒരു സിട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വാഹനങ്ങൾ. അതെ അതെ, പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പോൾ കണ്ണൂരാണ്. കണ്ണൂർ അധികം നമ്മൾ വരാറില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇതിന്റെ, അതും 5 സീറ്റർ ആണ് കൂടുതലും കാണാറ്. അതെ, C3 എന്ന് പറയുന്ന വേരിയന്റ് കുറച്ചധികം ഉണ്ട്. ഈ ഒരു ബ്രാൻഡിലേക്ക് വരാനുള്ള കാരണം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഫാമിലി ഓറിയന്റഡ് കാർ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ 7 സീറ്റർ എന്നുള്ള സംഭവം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 7 സീറ്റർ വേണമായിരുന്നു. 7 സീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഇതല്ല, ഒരു കോമ്പാക്ട് SUV എന്നുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എർട്ടിക നോക്കി ഫസ്റ്റ്. ഓക്കെ, പിന്നെ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി നല്ലൊരു വണ്ടി വേണമെന്നുള്ളൊരു ആയപ്പോൾ റിവ്യൂ നമ്മൾ ഇതിന്റെ കമ്പാരിസൺ നടത്തിയപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കാർ വാല എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഈ ഒരു കമ്പാരിസൺ എർട്ടിക ആയിട്ട് കിട്ടിയത്. ഫസ്റ്റ് ലുക്ക് തന്നെ എനിക്ക് വണ്ടീന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അതിന്റെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇതൊരു 7 സീറ്റർ ആണെങ്കിലും ഒരു SUV വേർഷന്റെ ഒരു ലുക്കിലാണ് അതെ ഇത് വരുന്നത്. അതെ, ഈ ഒരു ഡിസൈൻ അങ്ങനെയാണ്. അതെ അതെ, നമ്മളിപ്പോ നിലവിൽ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സൈസ് മിഡ് സൈസ് SUV ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ സ്റ്റൈലിലും ഷേപ്പിലും അത്യാവശ്യം നല്ലൊരു കാച്ചി ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, എടുത്തിട്ട് 1.5 വർഷത്തിനോട് അടുപ്പിച്ചായി. 34,000 കിലോമീറ്റർ റൺ ചെയ്തു. അതെ, യൂസർ എക്സ്പീരിയൻസ് ഷെയർ ആണെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് നമുക്ക് നെഗറ്റീവിലേക്ക് പോകുന്നോ പോസിറ്റീവിലേക്ക് പോകുന്നോ? നമുക്ക് നെഗറ്റീവ് പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പോസിറ്റീവ് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു 34,000 കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെ നെഗറ്റീവ് ആണ്, എന്തൊക്കെ ഡ്രോബാക്സ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നെഗറ്റീവ് നമുക്ക് ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഫ്യൂൽ എക്കോണമി, അതിൽ തന്നെ തുടങ്ങാം. ഓക്കെ, കമ്പനി ഇതിൽ ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ 18.5 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹൈവേ ക്രൂസിംഗിൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 കിലോമീറ്റർ വരെയൊക്കെ ലോങ് ഡ്രൈവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ണൂർ ടു കൊടൈക്കനാൽ പോയാൽ ടോട്ടൽ ഹിൽ ക്ലൈംബിങ്ങും എല്ലാം കൂടിയിട്ട് ആവറേജ് എനിക്ക് 14.5 ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീട് പാപ്പിൻശ്ശേരിയാണ്. പാപ്പിൻശ്ശേരി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ണൂരാണ്. അപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം ആ ഒരു ഡ്രൈവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആവറേജ് ഓൺ ആൻഡ് ആവറേജ് 12 കിലോമീറ്റർ പെർ ലിറ്റർ. കൂടുതലും സിറ്റി യൂസ് ആണ്. സിറ്റി യൂസ് ആണ്. അപ്പൊ ആ ഒരു മൈലേജ് ആണ് നമുക്ക് ഈ ഒരു സിറ്റി യൂസിനും ഹൈവേ ക്രൂസിംഗ് ബാക്കി ലോങ് ട്രാവലിനും എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. പിന്നെ എന്റെ ഡ്രൈവിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതിന് ബാധകമായിട്ടുണ്ട്. ഓരോ ആൾക്കാർക്കും വ്യത്യാസമായിരിക്കും അതിനാണ്. എനിക്ക് തോന്നുന്ന വെച്ചാല് ഒരു 7 സീറ്റർ ഈ ഒരു പെട്രോൾ എഞ്ചിനില് സിറ്റിയിൽ ഈ ഒരു 12 ലിറ്റർ മൈലേജ് അത്ര അത് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും മോശമല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇന്നോവ ക്രിസ്റ്റ അതുപോലത്തെ കുറച്ചുകൂടി വലിയ വാഹനങ്ങളൊക്കെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ആവറേജ് മൈലേജ് തന്നെ ആ വണ്ടികൾക്കും കിട്ടുന്നത്, അതിലും കുറവായിട്ടേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ ഒരു മൈലേജ് ഡീസെന്റ് ആയിട്ടുള്ള ഒരു മൈലേജ് ആണ്. ക്ലെയിം ചെയ്യുന്നത് ഇത്രയും ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് ഇത് ഞാനൊരു നെഗറ്റീവ് ആയിട്ട് പറയുക. കമ്പനി പറയുന്നതിൽ നിന്ന് നല്ല ഡിഫറൻസ്. അതെ അതെ അതെ. പിന്നെ അടുത്ത നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് പറയാ വെച്ചാൽ ഇതിന്റെ ഷോറൂം ഇപ്പം മെട്രോ സിറ്റികളിൽ ഇപ്പൊ കൊച്ചി, കോഴിക്കോട് അതുപോലത്തെ സിറ്റികളിൽ അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ കണ്ണൂർ ഷോറൂം ഇല്ല. സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് കോഴിക്കോട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നിയർ ബൈ ഷോറൂം വരുന്നത് കാലിക്കറ്റാണ്. അപ്പൊ അതൊരു നെഗറ്റീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ഇവിടെ ഷോറൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നിലവിൽ ഇപ്പൊ നമ്മൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോയി സർവീസ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്തെങ്കിലും വരുന്നുണ്ടോ? സർവീസിന്റെ ബുദ്ധിമുട്ട് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഇപ്പം 3 സർവീസ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ 2 സർവീസ് ഞാൻ തന്നെ എടുത്തുകൊണ്ട് കിലോമീറ്റർ ഇന്റർവെൽ ആണ് വരുന്നത് സർവീസ്? 10,000 കിലോമീറ്റർ. അതെ. പിന്നെ ഇവർക്ക് പിക്കപ്പും ഡെലിവറി ഉണ്ട്. ഓക്കെ, അപ്പം അത് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഡ്രൈവേഴ്സും പിന്നെ അത്യാവശ്യം ഉത്തരവാദിത്തോടെയും അവർ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം പിക്കപ്പ് മെത്തേഡിലാണ്. അതെ അതെ, ഇതിനെന്റെ കൊളീഗ് കൂടിയാണ്. അപ്പൊ നമ്മളെ ഒരുമിച്ച് ഉണ്ടാകുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ ഈ ഒരു വണ്ടി എടുത്ത മുതൽ ഞാനും വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നതാണ്, വണ്ടി യൂസ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇതിന്റെ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അതെ, വണ്ടിയുടെ കാര്യങ്ങൾ അറിയാം. നമ്മൾ ഈ സംഭവം എല്ലാവരിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഇതാണ്. ഇപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കിയാലും ഈ വണ്ടിനെ കുറിച്ചിട്ടുള്ള അധികം വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അപ്പം കാര്യങ്ങളെല്ലാവരും വേറെ ഈ ഒരു മൈലേജ് സർവീസ് ഷോറൂം ഇതല്ലാതെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രൈസ് റേഞ്ച് പറഞ്ഞല്ലോ, ഇതിന്റെ ഞാൻ എടുക്കുന്ന ടൈം 15 ലാഖിന്റെ ഉള്ളിലായിട്ടാണ് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ വണ്ടി കമ്പനി തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ചില പാർട്സ് ആയിക്കോട്ടെ, ക്വാളിറ്റിയിൽ പെയിന്റ് ജോബില് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്ലാസ്റ്റിക് പാർട്ടും മെറ്റൽ പാർട്ടിലേക്കും വരുന്നതിന്റെ അകത്തുള്ള ഷെയ്ഡിൽ ചെറിയ വ്യത്യാസം ഐഡന്റിഫൈ ആയിട്ട് നമുക്ക് ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നെഗറ്റീവാണ്. അത് ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉപയോഗിച്ച മെറ്റീരിയൽസ്, പിന്നെ മെയിൻ ആയിട്ട് പറയാ പവർ വിൻഡോന്റെ സ്വിച്ച്, പിറകില്ല പവർ വിൻഡോന്റെ 2 സ്വിച്ചും മിഡിൽ നമ്മളെ ഹാൻഡ് റെസ്റ്റിന്റെ അടിയിലായിട്ടാണ് വരുന്നത്. അതായത് നമ്മളെ ഒരു ആൾട്ടോലൊക്കെ അത് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളെ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ആൾട്ടോലൊക്കെ കണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. അത് മാത്രമല്ല, നമ്മുടെ ഡ്രൈവർ സൈഡിൽ വരുന്ന ഡോർ പാഡിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോന്റെ സ്വിച്ചും കൊടുത്തിട്ടില്ല, 2 എണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ടും അതാണ് ഹൈ എൻഡ് വേർഷൻ ആയിട്ടും ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നമുക്ക് ഇത്രയും നെഗറ്റീവ് പറയാനുള്ളത്. ബാക്കി ഇനിയിപ്പോ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ, കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഫർദർ കാര്യങ്ങൾ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ, നമുക്ക് എഞ്ചിൻ സ്പെക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ സംസാരിക്കാം. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സംസാരിച്ചു. അപ്പോൾ ഈ ഒരു 1.5 വർഷത്തെ യൂസിൽ വണ്ടി എങ്ങനെയുണ്ട്? പോസിറ്റീവായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി എങ്ങനെയുണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. പോസിറ്റീവ് നമുക്ക് കുറച്ചധികം പറയേണ്ടി വരും. നമുക്ക് ആദ്യം ഇതിന്റെ പവർ ഡെലിവറി തന്നെ പറയാം. ഓക്കെ, 1.2 ലിറ്റർ ടർബോ എഞ്ചിനാന്ന് പറഞ്ഞല്ലോ. ആക്ച്വലി ഒരു 1198 cc 3 സിലിണ്ടറാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. 1.2 ടർബോ ആണ്. അതെ. അപ്പോൾ ഇതിന്റെ പവർ ഡെലിവറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് ഗിയറിലാണെങ്കിലും ഇതിന്റെ ഒരു പവർ ലോസ് നമുക്ക് ഫീൽ ആവില്ല, ടർബോ ഉള്ളതുകൊണ്ട് തന്നെ. ഓക്കെ, വണ്ടി ചവിട്ടി വലിച്ചിട്ട് പോകാനായാലും എല്ലാ രീതിക്കായാലും നല്ല രീതിയിലൊരു പവർ ഡെലിവറി ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ 7 സീറ്റർ ആണ്, അതുകൊണ്ട് തന്നെ മാക്സിമം കപ്പാസിറ്റിയിൽ ആളെ ലോഡ് കയറ്റിയാലും ആ ഒരു ലാഗോ പിന്നെ പവർ ലോസോ നമുക്ക് അങ്ങനെ ഫീൽ ആവുന്നില്ല. നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എർഗണോമിക്സും പ്രൊസിഷൻസും വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതിൽ പല കാര്യങ്ങളിലും സംഭവം ചില എനിക്ക് ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ സൈസ് വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ്. ഭയങ്കര ഒരു കോമ്പാക്ട് ആണ്. അതെ, ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഡ്രൈവിംഗിൽ തന്നെ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് കൺട്രോളും വരുന്നുണ്ട്. അതുകൊണ്ട് ഹിൽ ഹോൾഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഓടിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഹിൽ ഹോൾഡ് ആക്ച്വലി 3 സെക്കൻഡ് ആണ് ഹിൽ ഹോൾഡ് വരിക. വണ്ടി ഒരു സഡൻ ബ്രേക്ക് നമ്മൾ ഒരു ഹില്ലില് ചവിട്ടിയാൽ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു ഡ്രൈവർക്ക്. അതെ, അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം. ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഹാഫ് ക്ലച്ച് നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. വണ്ടി ചവിട്ടിയാൽ 3 സെക്കൻഡ് വണ്ടി എങ്ങോട്ടും പോകില്ല. അതിന്റെ ഇടയിൽ നമ്മൾ തീരുമാനം എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി കൂളായിട്ട് കയറി പോകും. അതെ, ഈ പവറിന്റെ കാര്യം പറഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി? ടോപ്പിന്റെ എത്ര വരെ അച്ചീവ് ചെയ്തിട്ടുണ്ട്? ഞാൻ ടോപ്പിന്റെ ഇതിനകത്ത് പറയണോ? അല്ല, നമ്മള് കേരളത്തിലല്ല ഓടിച്ചിട്ടില്ല. അല്ല, കേരളത്തിലല്ല. ഞാൻ ലാസ്റ്റ് കൊടൈക്കനാൽ ട്രിപ്പില് 160 ക്ലെയിം ചെയ്തിട്ടുണ്ട്. 160 ക്ലെയിം ചെയ്തപ്പോ തന്നെ ഇതിന്റെ അകത്ത് വണ്ടിക്ക് യാതൊരുവിധ ജെർക്കിങ്ങോ വൈബ്രേഷൻസോ. അന്നേരം വണ്ടിയിൽ എനിക്ക് തോന്നുന്നു 6 പേരുണ്ട്. 5 പേര്, നമ്മൾ 5 പേര്. അപ്പോ യാതൊരുവിധ ജെർക്കിങ്ങോ പിന്നെ കൺട്രോൾ ഇല്ലാത്ത പോലെയോ ഒരു കോൺഫിഡൻസ് കുറവോ ഒന്നുമില്ല. ഹൈ സ്പീഡ് ബ്രേക്കിംഗ് ആയാലും എല്ലാ രീതിയിലും വണ്ടി കൈമൽ തന്നെ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും തരുന്നുണ്ട് വണ്ടി. വണ്ടി ഒരു ഇതിപ്പോ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വണ്ടി കൊണ്ടുനടക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടോ? ഒരു ബുദ്ധിമുട്ട് ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ എർഗണോമിക്സും കാര്യങ്ങളും പറഞ്ഞു. ഇതിന്റെ ഇപ്പം റയർ വ്യൂ മിറർ 2-3 മിററും പിന്നെ അതുപോലെ തന്നെ ക്യാമറ ഇത് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നാരോ സ്പേസിലുള്ള പാർക്കിങ്, വണ്ടി എടുത്തിട്ട് പോകാനുള്ള എളുപ്പം കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. അത്ര വലിയൊരു ഈ ഒരു സൈസിലുള്ള ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് റിയർ വ്യൂ സെൻസർ വിത്ത് ക്യാമറ ആണ് വരുന്നത്. സെൻസർ വിത്ത് ക്യാമറ. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വരുന്നതാണെങ്കിൽ ഒരു 26 സെന്റിമീറ്ററോളം സൈസ് വരുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ്. അതെ,
അതിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ഇവരുടെ കണക്ടിവിറ്റിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ട് നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് തരുന്നുണ്ട്. വയർഡ് അല്ല, വയർലെസ് ആണ്. ഓക്കെ. പിന്നെ GPS ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ? GPS ഓൾറെഡി ഈ വണ്ടിക്ക് GPS ഇൻബിൽട്ട് ആയിട്ട് വണ്ടിക്ക് GPS ഉണ്ട്. നമുക്ക് ഇതിനൊരു ആപ്പ് ഉണ്ട്. ഓക്കെ. ആപ്പിൽ നമുക്കത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിട്രോണിന്റെ ആപ്പ് ഉണ്ട്. അതെ, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിന്റെ അകത്ത് തന്നെ ജിയോ ഫെൻസിങ്, വാലെ മോഡ്, അങ്ങനെ 2-3 ഫീച്ചേഴ്സും കൂടി ആ ആപ്പിൽ തരുന്നുണ്ട്. ഓക്കെ. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു GPS-ന്റെ ഒരു സിസ്റ്റം ആവശ്യമില്ല, ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ആർക്കെങ്കിലും വണ്ടി കൊടുത്തു വിടുന്നതാണെങ്കിൽ തന്നെ പിന്നെ ധൈര്യമായിട്ട് കൊടുത്തു വിടാം. ഓക്കെ. നമുക്കിപ്പം വണ്ടി നമുക്ക് ട്രാക്ക് ചെയ്യാം, എവിടെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഏത് സ്പീഡിലാ ടൗണിൽ പോയിട്ട് എടുത്തിട്ട് പോയിട്ട് അതെ എവിടെയാണ് കൊണ്ടുപോകുന്നത് നോക്കാം നമുക്ക്. അതേപോലെ തന്നെ ആൾ ഏത് സ്പീഡിലാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത്, ഹാർഷ് ബ്രേക്കിംഗ്, ഹാർഷ് ആയിട്ടുള്ള ആക്സിലറേഷൻസ്, പാസഞ്ചറിൻ്റെതും കോ പാസഞ്ചറിന്റെയും സീറ്റ് ബെൽറ്റ്, എല്ലാ സംഭവത്തിനും നോട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും ഫീച്ചറും ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആവറേജ് സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? സർവീസ് കോസ്റ്റ് ഫസ്റ്റ് 2000 കിലോമീറ്ററിൽ ഇവിടെ ഒരു ചെക്കപ്പ് ആണ് വരുന്നത്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. യാതൊരുവിധ കോസ്റ്റും വരുന്നില്ല. രണ്ടാമത്തെ സർവീസിൽ എനിക്ക് 8000 റുപ്പീസ് ആണ് വന്നിട്ടുണ്ടായത്. അത് എത്ര? 10,000 കിലോമീറ്റർ. അതിന്റെ അകത്ത് വന്നിട്ടുള്ള വെച്ചാല് നോർമൽ ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചേഞ്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായത്. അപ്പൊ അതിന് എനിക്ക് 8000 സംതിങ് അങ്ങനെ വന്നിട്ടുണ്ടായത്. സെക്കൻഡ് സർവീസും അതേപോലെ തന്നെ ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിന്. തേർഡ് സർവീസിന്റെ അകത്ത് എനിക്ക് ഏകദേശം ഒരു 12,000 രൂപ, 11,000 സംതിങ്, 12,000 രൂപ അടുപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് 3 സ്പാർക്ക് പ്ലഗ് മാറി. പിന്നെ നോർമൽ എഞ്ചിൻ ഓയിൽ ഇപ്പം വരുമ്പോൾ തന്നെ ഏകദേശം 3.5 ലിറ്ററോളം എഞ്ചിൻ ഓയിൽ വേണം. അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം 3,500 രൂപയോളം ആയി. അപ്പൊ സ്പാർക്ക് പ്ലഗ്, ഇറീഡിയം സ്പാർക്ക് പ്ലഗ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്, ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ആ സ്പാർക്ക് പ്ലഗിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, നല്ല കോസ്റ്റ്. അതെ. അപ്പം 3 സ്പാർക്ക് പ്ലഗിനും കൂടിയിട്ട് ഒരു കോസ്റ്റും കൂടി, അതൊക്കെ കൂടിയിട്ടാണ് ഈ 11,000 സംതിങ് വരുന്നത്. ഒരു ആവറേജ് കോസ്റ്റ് ആണ്. നോർമൽ ഒരു വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാരുതിയുടെ വണ്ടിയാണെങ്കിൽ തന്നെ ഒരു 5,000 ഇന്റർവെല്ലാണ് അവരെ സർവീസ് ഒക്കെ നടക്കുന്നത്. ആരുടെ ടൈമിന് ഒരു 4,000 റുപ്പീസ് ഒക്കെ മിനിമം വരുന്നുണ്ട് നോർമൽ സർവീസിന് തന്നെ. അതെ. അപ്പൊ ഇത്രയും ഒരു 34,000 കിലോമീറ്റർ റൺ ചെയ്തിട്ട് വണ്ടിയിൽ എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്? അതായത് മേജറായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗണോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ്, ബ്രേക്ക് ഡൗൺ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ള 2 എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാവശ്യം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സാധനം കയറിയിട്ട് ടയർ പൊട്ടിപ്പോയി. നമ്മുടെ സർവീസ് സെന്ററിൽ നിന്ന് ഷോറൂമിൽ നിന്ന് നല്ല രീതിയിലുള്ള അസിസ്റ്റ് തന്നിട്ടുണ്ട്. സീറ്റിന്റെ ടയർ എനിക്ക് റീപ്ലേസ് ചെയ്ത് തന്നു. അതായത് കമ്പനി ടയർ അവർ റീപ്ലേസ് ചെയ്തു. അതെ. അത് ഡിപ്രീസിയേഷൻ കോസ്റ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. ബാക്കി പക്ഷേ ഒരു മറ്റ് നോർമലിയുള്ള സർവീസ് സെന്ററിൽ നിന്ന് അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ട് അതെ ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. സർവീസ് സെന്ററിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട് ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവർ കാര്യങ്ങൾ ഡീൽ ചെയ്ത് തന്നു. എനിക്കൊരു 3 ദിവസം 4-ാമത്തെ ദിവസം എനിക്ക് ടയർ റീപ്ലേസ് ചെയ്ത് കിട്ടി. അതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പം ട്രാവലിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല ഓഫ് റോഡും നാരോ റോഡും ഒക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ ആ ടൈമൊക്കെ 6 പേരുണ്ടായിരുന്നു. അപ്പോ തിരിച്ചു വന്നപ്പോ മുതൽ എനിക്ക് പിന്നെ ഡാഷ്ബോർഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട്, പ്ലാസ്റ്റിക് നോയ്സ് പോലെ എനിക്ക് ഫീലായി. അപ്പൊ ഞാനിത് സർവീസ് അടുപ്പിച്ചിട്ടായിരുന്നു ഞാൻ റിട്ടേൺ വന്നിട്ടുണ്ടായി ട്രിപ്പ് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ സർവീസിന് കൊണ്ടുപോയി വെച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ട് പറഞ്ഞു. പക്ഷെ അന്നത്തെ ദിവസം വരെ എനിക്കത് ചെയ്തു തന്നില്ല സത്യം പറഞ്ഞാൽ. ഞാനത് അവരോട് പറഞ്ഞു, ഇത് എനിക്ക് ഇങ്ങനെ ഒരു കൺസേൺ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു ഡ്രൈവർ വെച്ച് വണ്ടി എടുപ്പിക്കാം. എന്നിട്ട് നമ്മളത് ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം നിങ്ങൾ വണ്ടി വെക്കേണ്ടി വരും. ഈ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നോയ്സ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ചെയ്യണമെന്ന്. ഓക്കെ, ഷോറൂമിൽ നിന്ന് വണ്ടി അവിടെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടി ഞാൻ അവർക്ക് പണിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. അപ്പോൾ വണ്ടി വീട്ടിൽ വന്നിട്ട് ഒരു ഡ്രൈവർ എടുത്തിട്ട് പോയി, പുള്ളി സേഫ് ആയിട്ട് തന്നെ വണ്ടി കൊണ്ടുപോയി. അങ്ങനെ അവര് ഓൾമോസ്റ്റ് ഒരു 4 ദിവസം എടുത്തു. അവര് കംപ്ലൈന്റ് എന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് അയച്ച് അവര് കാര്യങ്ങൾ ചെയ്തു തന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ അടുത്തൊരു പിയാനോ ബ്ലാക്കിന്റെ ഒരു പാർട്ട് വരുന്നുണ്ട്. അതിന്റെ അകത്ത് തന്നെ AC വെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ പാർട്ട് കുറച്ച് ലൂസ്, സീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ ജെർക്കിങ്ങിൽ അതിന്റെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരത് കണ്ടുപിടിച്ചു. അതിന്റെ പീസ് അവർ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്തു തന്നു. ഫ്രീ ഓഫ് കോസ്റ്റ് വാറന്റിയിൽ അവർ റീപ്ലേസ് ചെയ്തു. ഈ ഒരു സംഭവം വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് കസ്റ്റമറുടെ ആ ഒരു റിക്വയർമെന്റ് അവർ വാല്യൂ ചെയ്യുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ അതിന് കണക്കായിട്ടുള്ള കാര്യങ്ങൾ അവർ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. മിക്ക സംഭവങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ചില യൂട്യൂബ് വീഡിയോകളിലും കംപ്ലൈന്റ് റൈസ് ചെയ്യുന്നതായിട്ട് വണ്ടിയോ വണ്ടിയുടെ കമ്പനിയോ അല്ല ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഈ ചില സ്റ്റാഫുകളുടെ ഇടപെടലും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സിട്രോണിന്റെ സ്റ്റാഫ് ആയാലും അവിടുത്തെ ഷോറൂം മാനേജർ ആയാലും പിന്നെ ഒരു PR ഉണ്ടായിരുന്നു, പെൺകുട്ടി ഉണ്ടായിരുന്നു, അവരുടെ ഇടപെടലായാലും വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഡെയിലി ഞാൻ വിളിച്ച് അപ്ഡേറ്റ് ചോദിക്കും, അവർ വണ്ടിയുടെ ഫോട്ടോസ് അയച്ചു തരും, ജോലിയുടെ അപ്ഡേറ്റ്സ് പറഞ്ഞുതരും. അതിലൊക്കെ ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പം സർവീസിന്റെ കാര്യത്തിൽ നിങ്ങൾ വേറെ ടെൻഷൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് കൊണ്ടുപോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ കാണാതെ ആ ഒരു റിക്വയർമെന്റ് ആയിട്ട് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടയർ വരുന്നത് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. 17 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ സ്റ്റെപ്പിന് വരുന്നുണ്ട്. ഇപ്പോൾ മാരുതിയൊക്കെ സ്റ്റെപ്പിന് കൊടുക്കാവുന്ന പരിപാടിയൊക്കെ നിർത്തി. അപ്പോൾ ഇതിൽ സ്റ്റെപ്പിന് വരുന്നുണ്ടെങ്കിലും അതൊരു 16 ഇഞ്ചാണ്, അത് സ്റ്റീലാണ് വരുന്നത്, അലോയ് അല്ല. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളും ചെറുതായിട്ട് നോക്കാം. ഇൻറ്റീരിയർ വൈറ്റാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാണുമ്പം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. യൂഷ്വലി ഒരു വൈറ്റ് ആകുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോക്ക് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. പിന്നെ നമ്മളെ ഫ്രണ്ട് റോയിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഫ്രണ്ടിലുള്ള മാക്സിമം ബാക്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത്രയും ഒരു ലെഗ് സ്പേസ് നമുക്ക് ഇവിടെ വണ്ടിയിൽ വരുന്നുണ്ട്. അത്യാവശ്യം റിക്ലൈൻഡ് ആയിട്ടുള്ള സീറ്റ്സാണ്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഇവിടെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പവർ വിൻഡോ കാര്യങ്ങളുടെ സ്വിച്ച് വരുന്നത് ഈ ഒരു സെൻറ്റർ ഹാൻഡ് ബ്രേക്കിന് തൊട്ട് ബാക്കിലായിട്ടാണ്. അത് നമ്മൾ ആൾട്ടോയിലൊക്കെയാണ് പൊതുവേ അങ്ങനെ കണ്ടിട്ടുള്ളത്. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. എന്നുവെച്ചാൽ ഇത്രയും ഒരു നമ്മൾ ഹൈ എൻഡ് വേർഷനിൽ ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളെ പവർ വിൻഡോ ഇവിടെ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ ഒരു 2 സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡ്രൈവർക്ക് ഈസി ആയിരുന്നു. കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ആ ഒരു ഫീച്ചറൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നേരത്തെ കാണിച്ചു. 6 സെൻറ്റിമീറ്ററോളം വരുന്നൊരു ഡിസ്പ്ലേ ആണ്, TFT ആണ്. ആപ്പിൾ പ്ലേ കാര്യങ്ങൾ ആൻഡ്രോയിഡ് എല്ലാം വരുന്നുണ്ട്. പിന്നെ GPS കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോ ബോക്സിൽ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ AC ഗ്ലോ ബോക്സിൽ കൊടുത്തില്ല. നോർമലി ഇപ്പോൾ റീസെൻ്റ്ലി വരുന്ന 2018 പോളോയിലെ AC ഗ്ലോ ബോക്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷൻ അത് കൊടുക്കായിരുന്നു. പിന്നെ ചാർജിങ് പോർട്ട് ഇവിടെ 12 വാട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയാണ്. ഇവിടെ മൊബൈൽ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇവിടെ വെക്കാം, അതിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ സേഫ്റ്റിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 2 എയർ ബാഗ്സ് ആണ്. ഡ്രൈവർ പിന്നെ കോ ഡ്രൈവർ എന്നുള്ള രീതിയിൽ 2 എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വേറെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഹാലജൻ ബൾബാണ്. അതിൽ കൂടി DRL മാത്രമാണ് നമുക്ക് LED വരുന്നത്. പിന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പും ബാക്കി ഹെഡ് ലാമ്പ്സൊക്കെ നമുക്ക് ഹാലജനാണ് വരുന്നത്. നമുക്ക് എഞ്ചിൻ റൂം കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, എഞ്ചിന് ഒരു 1.2 ലിറ്റർ ടർബോ എഞ്ചിനാണ്. ഇതിൽ വേറെ പറയാൻ വില്ലെങ്കിലും സെറ്റായി. അത്യാവശ്യം ഒരു നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടർബോ എഞ്ചിൻ തന്നെയാണിത്. ഇതിൻ്റെ പവർ വരുന്നത് 110 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത്. PS പറയുമ്പോൾ നമുക്കൊരു 108ഓളം bhpയിലേക്ക് വരുമ്പോൾ കൺവേർട്ട് ആവും. അപ്പോൾ 108 bhpയിലാണ് ഇതിൻ്റെ പവർ വരിക. പിന്നെ അത്യാവശ്യം നല്ല ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു നോർമലായിട്ടുള്ളൊരു ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം ഞാൻ സീറ്റ് കാണിച്ചു തരാം. സീറ്റിലേക്ക് വരികയാണെങ്കിൽ പാസഞ്ചർ സീറ്റ് ഇതാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി കാണിച്ചു. സെൻട്രൽ ലെവൽ ഇപ്പോൾ ഡ്രൈവർ സീറ്റ് മാക്സിമം ഫ്രണ്ടിലേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാക്സിമം ഫ്രണ്ടിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. അത്രയും ലെഗ് സ്പേസ് വരുന്നുണ്ട്. ഇത് മുന്നിലൊരു ആളിരിക്കുന്ന സമയത്ത് മാക്സിമം ബാക്കിലേക്കോട്ട് പുഷ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇത്രയും ബാക്കിലേക്ക് വരും സീറ്റ്. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഒരു 150 സെൻറ്റിമീറ്ററിൻ്റെ പിച്ച് ഹൈറ്റുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്നാലും ഈസി ആയിട്ട് ജസ്റ്റ് കാല് തട്ടുന്നേ ഉള്ളൂ.
ഒരു അങ്ങനെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ടിലത്തെ പാസഞ്ചർ എങ്ങനെയാണോ അതിന് കണക്കായിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിപ്പോൾ രണ്ട് സൈഡും അങ്ങനെ തന്നെ വരാം. പിന്നെ ഇതൊരു സീറ്റിംഗ് പോർഷൻ വരുന്നതാണെങ്കിൽ ഫ്രണ്ടിൽ 2, സെൻട്രൽ പോർഷനിൽ 3, ബാക്കിൽ 2, ആ രീതിയിലാണ് ഇത് ഈ ഒരു വണ്ടി വരുന്നത്. ഈ സെയിം ഇതിൻ്റെ റിക്ലൈനിങ് ഇതൊരു ബെൽറ്റ് പോലെയാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈസി ആയിട്ട് ഈ ബെൽറ്റിലൂടെ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത് ബാക്കിലേക്ക് പോകാനാണെങ്കിൽ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. റിക്ലൈൻ ചെയ്ത് ഭയങ്കര സിമ്പിളാണ്. അതായത് ഈ ഒരു സെയിം ബെൽറ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ബാക്കോട്ടേക്ക് നോക്കാം. ഇതുവഴി തന്നെ നമുക്ക് ബാക്കോട്ടേക്ക് പോകാൻ പറ്റും. ബാക്കോട്ടേക്ക് പോകുമ്പോൾ ഇതാണ് ബാക്ക് റോ. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. അതായത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ കയറുന്ന സമയത്ത് അവർക്ക് ഓക്കെയാണ്. 3 കുട്ടികൾക്ക് വരെ ബാക്കിലിരിക്കാൻ വേണ്ടി പറ്റും. 2 കുട്ടികൾക്ക് ഈസി ആയിട്ടിരിക്കാം. അപ്പോൾ എന്നെപ്പോലെ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വേണ്ടുന്ന ആളാണെങ്കിൽ പറ്റില്ല. ആ സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എത്രത്തോളം ഇരിക്കാൻ പറ്റുന്നു. ഇതാണ് സീറ്റ് ഫോൾഡ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോഴും ഇതിപ്പം ഈ സീറ്റൊന്ന് മാക്സിമം ബാക്കോട്ടേക്ക് ഫോൾഡ് ചെയ്യും. ഓക്കെ, ഇതാണ് മാക്സിമം ബാക്കോട്ടേക്ക് ഫോൾഡ്. പക്ഷേ എൻ്റെ കാലിപ്പോഴും ഇവിടെ സീറ്റിന് തട്ടുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ എൻ്റെ കാലിപ്പോഴും തട്ടാതെ ഇവിടെ ഒരു കൈ ഗ്യാപ്പുണ്ട്. സെൻട്രൽ പോർഷനിൽ ഇരുന്നാലും തട്ടും. സെൻട്രൽ പോർഷനിൽ ഇരിക്കുമ്പോൾ കുറച്ച് തട്ടും. ബാക്കിലത്തെ കുറച്ചും കൂടി സ്പേസ് വരുന്നുണ്ട്. സൈഡിലാകുമ്പോൾ കുറച്ചും കൂടി സ്പേസ് വരുന്നുണ്ട്. സെൻട്രലാകുമ്പോൾ തട്ടും. പക്ഷേ ഫാമിലി ആയിട്ട് കുട്ടികൾക്കൊക്കെ പോകാനാണെങ്കിൽ സംഭവം ഒക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉണ്ടാവും. അതൊന്ന് ഫോൾഡ് ചെയ്യാമോ? ഇത് ഫോൾഡിങ് ഭയങ്കര ഈസി ആയിട്ടും വെച്ചാൽ നമുക്ക് നോർമലി മറ്റു വാഹനങ്ങളിൽ ഇത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നാറില്ല. ഒറ്റൊരു ബെൽറ്റിന് മുകളിൽ വളരെ കൂളായിട്ട് നമുക്കത് ഫോൾഡ് ചെയ്യാം. ബാക്കിലേക്ക് വരാണെങ്കിൽ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെയിനായിട്ടുള്ള കാര്യം. അതായത് ഇതിൻ്റെ നമ്മുടെ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് റോ നമുക്ക് ഈസിലി ഈ ഒരു ഡിക്കിൻ്റെ ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ സ്പേസ് വളരെ കുറവാണ്. നമ്മൾ 7 സീറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഡിക്കി സ്പേസ് ഇതിന് തീരെ വരില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ബാക്ക് റോ ഈ ഒരു മുകളിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം, ഇത് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, നമ്മൾ ഈസി ആയിട്ട് സീറ്റ് എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. ഈ ഒരു സീറ്റ് എടുത്ത് മാറ്റാൻ വെച്ചാൽ ബാക്കി വാഹനങ്ങളിലൊന്നും നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഈ ഒരു സീറ്റ് നമുക്ക് വേണ്ടെങ്കിൽ വീട്ടിലെടുത്ത് വെച്ചിട്ട് ഈസി ആയിട്ട് ആ ഒരു സ്പേസ് നമുക്ക് ബാക്കിൽ ഡിക്കി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് തിരിച്ചിട്ട് റീഫിറ്റ് ചെയ്യലും വളരെ ഈസിയാണ്. നമുക്ക് ബൈക്കിൻ്റെ സീറ്റ് കിട്ടുന്ന പോലെ ഇങ്ങനെ സൈഡ് ആയിട്ട് ഇങ്ങനെ വെച്ചാൽ തിരിച്ച് ഈസി ആയിട്ട് സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ 2 സീറ്റും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പേസ്, അതായത് 5 സീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ ബാക്കിൽ ഡിക്കി സ്പേസ് വേണമെന്നുള്ളവർക്ക് ഈസിലി ഈ ഒരു 2 സീറ്റ് എടുത്ത് മാറ്റാം. നമുക്ക് കുട്ടികളൊക്കെ ഉള്ള സമയത്ത് 7 സീറ്ററായിട്ട് യൂസ് ചെയ്യാം. എല്ലാ സമയത്തും 5 സീറ്ററായിട്ട് യൂസ് ചെയ്യണമെങ്കിലും സീറ്റ് എടുത്ത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ബാക്കിൽ ലഗേജൊക്കെ സ്റ്റോർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ബാക്കിൽ പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിനി ടയർ, ഇതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റെപ്പിനി ടയർ വരുന്നത് ഇതിൻ്റെ അടിയിലാണ്. ഇവിടെ 16 ഇഞ്ച് സ്റ്റീലാണ് ഇതിൻ്റെ വരുന്നത്, അലോയ് അല്ല. 16 ഇഞ്ച് വീൽ ഇവിടെ അടിയിലുണ്ട്. അതിൻ്റെ ടൂൾസ് ഇവിടെ ഈ ഒരു ബാക്കിൽ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളെ വേറെന്താ പറയാനുള്ളത്, ബാക്കിലത്തെ ടൈൽ ലാമ്പ് കാര്യങ്ങളെ ഈ ഒരു മോഡുകളിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു ഡിസൈനിലാണ് ആ ടൈൽ ലാമ്പും റിവേഴ്സിൻ്റെ ഒരു ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് 2 സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറയും ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഫുൾ ഓപ്ഷനിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഫീച്ചേഴ്സൊക്കെ. റിയർ വൈപ്പർ വരുന്നുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു ഫാമിലി കാറായിട്ട് 15 lakhs നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു ബഡ്ജറ്റിൽ ഒതുങ്ങാൻ പറ്റുന്ന ഒരു നല്ല കാറായിട്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർവീസിൻ്റെ കാര്യം പറഞ്ഞു. നിലവിൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, ഇത്രയേറെയും അവരുടെ ഭാഗത്തുനിന്ന് വേറെ കുഴപ്പമൊന്നും സർവീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, നമ്മളെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ലൊരു സസ്പെൻഷൻ ആയിട്ടാണ് ഇതിനെ പറഞ്ഞു കേട്ടിട്ടില്ല ഈ ഒരു വണ്ടിയുടെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
കമ്പനി ഇതിന് മാജിക് കാർപ്പറ്റ് സസ്പെൻഷൻ എന്നാണ് അവർ പറയുന്നത്, ഇതിനെ എസ്പെഷ്യലി എടുത്തു പറയുന്നത്. അപ്പം ഇതിന്റെ C5 എന്ന് പറയുന്ന മോഡലൊക്കെ അത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ കംഫർട്ട് വരുന്ന ഒരു സസ്പെൻഷൻ സിസ്റ്റം ആണ്. C5 ആക്ച്വലി ഇതിന്റെ ഡബിൾ കോസ്റ്റ് വരുന്നത്. അതെ, നല്ല കോസ്റ്റ് വരുന്നത്. അത് എബോവ് 50 lakh ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ നമ്മുടെ വണ്ടി ബിലോ 15 lakh വരുന്നത്, 15 lakh വരുന്നത്. അതെ, അപ്പോ ഇതിന്റെ അകത്തും ഏകദേശം അതുപോലൊരു കമ്പാരിറ്റീവ്ലി അതുപോലത്തെ ഒരു സസ്പെൻഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഫീലും നമുക്ക് കിട്ടാറുണ്ട്. അത്യാവശ്യം അൺഈവൻ റോഡും ഗട്ടേഴ്സ് ഉള്ള റോഡിലാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഹമ്പുകളിലൊക്കെ അതെ നമുക്ക് അതങ്ങനെ ഫീൽ ആവില്ല. ഡ്രൈവ് ചെയ്യുമ്പോഴും ഓവർ സ്പീഡിങ്ങിലായാലും ഈ സസ്പെൻഷൻ നല്ല രീതിയിൽ നമുക്കത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓവർ സ്പീഡ് അധികം ഉള്ളപ്പോ തന്നെ വണ്ടി ചില ടൈം ചെറിയൊരു നമ്മുടെ ബ്രിഡ്ജിന്റെ മുകളിലുള്ള ഇതൊക്കെ കയറി ഇറങ്ങുമ്പോൾ കൺട്രോൾ പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വരാറുണ്ട് ചില വണ്ടികൾ. പക്ഷെ ഈ വണ്ടിയിൽ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ആവില്ല. സസ്പെൻഷൻ സിസ്റ്റം അതേപോലെ തന്നെ അത്യാവശ്യം വീതിയിലെ ടയറും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നല്ലൊരു കോൺഫിഡൻസ് ആണ് വണ്ടി തരുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും നമ്മളിത് ഒരു ഡ്രൈവേഴ്സ് കാറാണ്, ഡ്രൈവ് ചെയ്ത് ഫീൽ ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം, നമുക്ക് ശരിക്കും ആ ഒരു ഫീലിംഗ് തരുന്ന ഒരു വാഹനം. ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള ഒരു പിക്കപ്പും ഒരു ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റിയും കൺട്രോളും ഒക്കെ തരുന്ന ഒരു വണ്ടി. അപ്പൊ ഒരു ലോങ് ഒക്കെ പോകാനാണെങ്കിലും അതെ നമുക്ക് അങ്ങനത്തെ ഒരു ടയർഡ് ആവുന്ന ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ലൊരു രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള കമ്പനികളെ പോലെ കളർ വേരിയന്റിൽ അവർ പൈസ അധികം വാങ്ങിക്കുന്നില്ല. അവരുടെ 3 ഓപ്ഷൻസ് ആണ്, അത് കണ്ടമാനം വേരിയന്റ്സും അവർ കൊടുക്കുന്നില്ല. എഞ്ചിൻ ഓപ്ഷൻ ആയാലും ബാക്കിയുള്ള വേരിയന്റ് ഓപ്ഷൻ ആയാലും വളരെ ലിമിറ്റഡ് ആയിട്ട് അവർ ചെയ്യുന്നുള്ളൂ. അതിൽ ആ വേരിയേഷൻസിന് കണക്കായിട്ടുള്ള പ്രൈസ് ചേഞ്ച് മാത്രമേ ഓരോ മോഡൽസിനും അവർ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം പുതിയത് ഇപ്പം C3 എയർക്രോസ് എന്ന് മാറി അവർ എയർക്രോസ് എക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രൈസിങ്ങിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഫീച്ചേഴ്സിൽ ഒരുപാട് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് അവര്. നമ്മുടെ ഇന്റീരിയറിലെ കളർ ഇതായാലും പിന്നെ ഡാഷ്ബോർഡിന്റെ മൊഡ്യൂൾ ആയാലും പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയാലും എല്ലാത്തിലും അവർ ചേഞ്ച് കൊണ്ടുവന്നു. പിന്നെ വെന്റിലേറ്റഡ് ഫ്രണ്ട് റോ സീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ AC കൊണ്ടുവന്നിട്ടുണ്ട്, കീലെസ് എൻട്രി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും LED നമ്മള് ഹെഡ്ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഫോഗ് ലാമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ഫുൾ ഓപ്ഷൻ ആണെങ്കിലും ഇതില് LED ഹെഡ് ലാമ്പ് അല്ല, 24 വേർഷൻ. അതായത് വണ്ടി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴുള്ള ഫസ്റ്റ് മോഡലാ, അതുകൊണ്ട് അവര് മോഡൽ ചേഞ്ച് വന്നത് ലാസ്റ്റ് ഇയറിലാണ്. അതെ, ലാസ്റ്റ് ഇയറിൽ ഇപ്പം മോഡൽ ചേഞ്ച് വന്നു. അതിന്റെ അകത്ത് എല്ലാ രീതിയിലുള്ള അപ്ഗ്രേഡ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസിലും വലിയ വ്യത്യാസം വന്നിട്ടില്ല. എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ആ ഒരു റേറ്റിൽ. വണ്ടിയുടെ പെർഫോമൻസ് നമുക്കൊന്ന് റോഡിലൊന്ന് കാണാം. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ വണ്ടിയിലൊന്ന് കയറാം, നമുക്കൊന്ന് വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി നോക്കാം. അത് 1.2 ലിറ്റർ ആണെന്നുള്ള തോന്നലൊന്നും വണ്ടി ഡ്രൈവ് ചെയ്യുന്നില്ല. ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് മാറുമ്പോൾ എങ്ങനെ വണ്ടിയും കയറി. അതെ, എല്ലാ ഗിയറിലും ഈ പവർ ഡെലിവറി ഉണ്ട് എന്നുള്ളതാണ് വലിയ പ്രത്യേകത. ചില വണ്ടി നമ്മളിപ്പം ടോപ്പ് ഗിയറിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഇത് ഔട്ട്പുട്ട് കുറവായിരിക്കും. മിഡ് ഗിയറിലൊക്കെ ആയിരിക്കും ആ ഒരു ഡ്രാഗ് നമുക്ക് ഫീൽ ആവുക. ഇത് വെച്ചെങ്കിൽ ഏത് ഗിയറിലും നമുക്ക് ആ ഒരു ഫീല് കിട്ടും എന്തായാലും. അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങും വണ്ടി ഈസി ആയിട്ട് ഇപ്പൊ തന്നെ 50 അച്ചീവ് ചെയ്തു. ജസ്റ്റ് നമ്മള് കാര്യമായിട്ട് ആക്സലേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഒന്ന് കൊടുത്തു നോക്കാം. സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇപ്പോൾ ഫിഫ്ത്തിലെത്തിയിട്ടും ഫിഫ്ത്തിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് 92-ലാണ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതിന്റെ തേർഡ് ഗിയറിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. 25 മുതൽ 150 വരെ തേർഡ് ഗിയറിൽ കയറും. തേർഡ് ഗിയർ ആ നമ്മുടെ തേർഡ് ഗിയറിലുള്ളത് 47. അപ്പോൾ നമ്മുടെ സിട്രോൺ C3 എയർക്രോസിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഇതിന്റെ ഡ്രോബാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങളൊരു പുതിയ കാറൊക്കെ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് കൂടി നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ എടുക്കുക. എല്ലാ ജില്ലകളിലേക്കും വണ്ടി ഇനി വ്യാപിപ്പിക്കുന്നതാണ്. അതായത് സർവീസ് ഷോറൂം കാര്യങ്ങളൊക്കെ വരുന്നതാണ് കമ്പനി റീസെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ബ്രാൻഡ് കൂടി വെക്കുക. പുതിയതായിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം. ഓട്ടോമൈ ടോക്സിന്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.